നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്താണ് എല്ലാവരും വരവിൻ്റെ ഉദ്ദേശം? ഉണ്ടായിരുന്നു. അത് പണ്ടും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. NCP എന്ന് പറയുന്നത് ഒരു കെട്ടുവള്ളത്തെ പോലും ആളില്ലാത്ത ഒരു പാർട്ടി. അത് പ്രത്യേകിച്ച് കുട്ടനാട്, അവിടെ ഒരു കുട്ടനാട് ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു സീറ്റ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ ഒരാൾക്ക് കൊടുത്തിരുന്നു. അദ്ദേഹം ആ കാലത്ത് മരിച്ചുപോയി. മരിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ കണക്കെഴുത്തുകാരനും പൊട്ടിയതായിട്ട് നടക്കുന്ന ഒരാളിനെ പിറ്റ് അടുത്ത ദിവസം ആ സ്ഥാനം കിട്ടിയത് കൊടുത്താൽ പോട്ടെ, പിന്നെ മന്ത്രിയാകാൻ. ഇങ്ങനൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യന് ഒരു മന്ത്രിസഭയിൽ ഇരിക്കാനോ ഒരു MLA ആയിട്ട് ഇരുന്നിട്ടുണ്ട് വർത്തമാനം പോലും പറയാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് മോഹം എവിടെ കൊണ്ടെത്തുന്നത്? ജനാധിപത്യത്തിൽ ഇത്രയും വലിയ ഒരു അപകടപരമാണ്. നീ ഇന്ന് ആലോചിച്ച് 1.5 കൊല്ലമേ കഷ്ടിച്ചുള്ള ഈ കാലഘട്ടത്തിൽ ഈ മന്ത്രിസഭ ആദ്യത്തെ ടേമിനേക്കാൾ ഇമേജ് അല്പം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനവിടെ കയറ്റിയാൽ ഇതിനൊരു പ്രവർത്തന പരിചയമൊന്നുമില്ല. ഇന്ന് ശശീന്ദ്രൻ വകുപ്പ് കൊണ്ട് നടപ്പുണ്ട്. ആളെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിനെ വെച്ചാൽ ഈ 1.5 കൊല്ലത്തിലുള്ള എന്ത് ചേർക്കും? പുള്ളി പഠിച്ചു വരുമ്പോഴത്തേക്ക് സംഗതി മയ്യത്താവും. പ്രത്യേകിച്ച് 6 മാസം കഴിയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പുള്ള ഗളിവിട്ടായി. ഇതിനുള്ളൊരു മന്ത്രിസഭാ മാറ്റവും പുനഃസംഘടനയും ഇടതുപക്ഷത്തിൻ്റെ ഈ ഘടനയിൽ ശരിയാകുമോ? മാത്രമല്ല, അത് കൊടുക്കാതിരിക്കാനല്ല, കൊടുക്കാനുള്ള പ്രായോഗിക പ്രയാസങ്ങളെപ്പറ്റിയെല്ലാം മുഖ്യമന്ത്രി പലപ്പോഴും പറഞ്ഞിട്ട് പോലും ഏതാണ്ട് മന്ത്രിസഭയും കേരള ഭരണവും എല്ലാം പടുത്തിരിക്കുന്ന ഏത്തക്കൊല പൂങ്കൊലയാണെന്ന് ധാരണ. അതാണ് കുലുക്കിയ ഉടനെ എല്ലാം അടന്ന് ഭരണം താഴ്ത്തു പോകുന്ന നിലയിൽ ഇദ്ദേഹം ഈ ഉത്തരത്തെ ഇരിക്കണം പല്ലിയിലെ പുട്ട്. ഉത്തരം താങ്ങുന്ന പല്ലിക്ക് എന്താവുന്ന ഈ താങ്ങുന്നതെല്ലാം താനാണെന്നുള്ളത് തോന്നില്ലേ? ഈ ആരുമല്ലാത്ത ഈ ഉത്തരം താങ്ങി പല്ലി ഈ സൈസ് ജൽപ്പനങ്ങളും ഞങ്ങളിപ്പോൾ തകർത്തത്. ഇതെല്ലാം ആ ചാക്കോയാണ് ഉണ്ടാക്കിയെടുത്തത്. ചാക്കോ എവിടെയെങ്കിലും ഇരുന്ന് വെല്ലം ഗുണം പിടിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ആലോചിക്കും. ചാക്കോ ഉണ്ടാക്കി, അത് നോക്കി, അത് കഴിഞ്ഞ് പിന്നെയും ആകർഷിച്ചത് അവർ MLA MP വരെ കൊടുത്തു. അതിനെ മുക്കിയിട്ട് ചെറുപ്പവാറിട്ട് ചേർന്ന് പിന്നെ ഇങ്ങോട്ട് ചാടിപ്പോ. നിങ്ങളൊന്ന് ആലോചിക്കണം, എത്രയോ സീനിയറായ ആളുകൾ അതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം ചവിട്ടി താത്തിക്കൊണ്ടൊരു ഒറ്റ സുപ്രഭാതത്തിൽ NCPയുടെ നേതാവാകുന്നു. ആ നേതാവായി അപ്പോൾ അദ്ദേഹം ചെയ്ത പണി എന്താണ്? ഉടനെ തന്നെ കുട്ടനാട്ടുകാരനെ മന്ത്രിയാക്കാനുള്ള വിലപേശലും അതിനെ കണക്ക് പറയലും ഒക്കെ ആയി വന്നു. ഇതൊക്കെ ഒരു ജനാധിപത്യത്തിൽ ജനങ്ങളെ വോട്ട് കൊടുത്തവരെ കൊഞ്ഞനം കാട്ടുകയല്ലേ? ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ സീറ്റാണ്. അപ്പോൾ പിന്നോക്കക്കാരൻ അധസ്ഥിതനും ഏറെയുള്ള കുട്ടനാടൻ പ്രദേശത്ത് അവിടെ ജനവികാരങ്ങൾക്ക് എതിരാണെന്ന് ഈ സ്ഥാനാർത്ഥിയെ കൊടുത്തത്. NCPക്ക് അവിടെ സീറ്റ് കൊടുക്കാൻ എന്ത് ന്യായമാണ്? പക്ഷേ ഇടതുപക്ഷത്തിന് വലിയൊരു ഔദാര്യശീലമുണ്ട്. കാരണം അവരെ ഘടകകക്ഷികൾ ആരായാലും ഒരാളെ ഉള്ളെങ്കിലും ഒരു MLA ഉണ്ടെങ്കിലും ആരെ മന്ത്രിയാക്കുന്ന ഒരു സംസ്കാരം. ആ സംസ്കാരം വന്ന് എന്ത് പറ്റി? ഇടതുപക്ഷത്തിന് അർഹമായ സീറ്റോ പിന്നോക്കക്കാർക്ക് അർഹമായ പ്രാതിനിധ്യമോ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്നത് ഇതുപോലുള്ള ആളുകൾ വലിഞ്ഞു വരുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ചോരയും നീരും കൊടുത്ത പിന്നോക്ക അധസ്ഥിത വർഗങ്ങൾക്ക് കിട്ടേണ്ട അർഹമായ സ്ഥാനങ്ങൾ പലതും നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിനകത്ത് കയറി വരികയും ചെയ്യുന്നു. ഇതൊന്നും ശരിയല്ല, മാന്യമല്ല, മര്യാദയല്ല. കുട്ടനാടൻ ജനങ്ങളുടെ വികാരത്തിനെതിരാണ്. പിന്നെ പാർട്ടി തീരുമാനിക്കുന്നു, ജനങ്ങൾ വോട്ട് ചെയ്ത് കൊടുക്കുന്നു. അത് എന്നിങ്ങനെ വോട്ട് കുത്തി യന്ത്രങ്ങളിലായി കുട്ടനാട്ടുകാരെ കിട്ടുമെന്ന് വിചാരിക്കരുത്. ഒരിക്കലും കുട്ടനാട്ടുകാർക്ക് പ്രിയങ്കരനല്ല, അപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് കുട്ടനാടൻ പ്രദേശങ്ങൾക്ക് ഒരു ചുക്കും ചെയ്തു കൊടുക്കാനോ ഒന്നും അദ്ദേഹത്തിന് സാധിച്ചിട്ടുമില്ല. സെക്രട്ടറി, ഇടക്കാലത്ത് ഒരു ഹൈന്ദവ ഐക്യത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ടായിരുന്നു. ഇടക്കാലത്ത് അതായത് നമ്പൂരി മുതൽ നായാടി വരെ എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റ് അങ്ങാണ് അവതരിപ്പിച്ചത്. ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പോൾ ഈ ഹൈന്ദവ സമൂഹത്തിൻ്റെ ഒരു ഭിന്നതയുടെ ഒരു അംശം കേൾക്കുന്നുണ്ടല്ലോ ചെറുതായിട്ട്. അതെന്താണ് അങ്ങനെ ഉണ്ടാകാൻ കാര്യം? എന്താണ്? എന്ത് ഭിന്നതയാണ്? നായാടി തൊട്ട് നമ്പൂരി വരെയല്ല, അത് മാറി. നായാടി തൊട്ട് നസ്രാണി വരെ ഇപ്പോഴത്തെ ഐക്യതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം കൊണ്ട് എത്തിച്ചു. നായാടി തൊട്ട് നസ്രാണി വരെ കൂട്ടായ്മ വേണമെന്നാണ് ഞങ്ങൾ
മൈസൂരിൽ കൂടി യോഗം തീരുമാനിച്ചത്. നസ്രാണിനെ ഒഴിവാക്കുന്നതിന് കാര്യമില്ല, അവർ നമ്മുടെ വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ സാമാന്യം നല്ല ശതമാനമുള്ളവരാണ്. അവർക്ക് ഒരുപാട് അവസ്ഥകളും പ്രയാസങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം പരിഗണിക്കാനോ പരിരക്ഷിക്കാനോ ആളില്ലാത്ത ഈ അവസ്ഥ വന്നപ്പോൾ ആ തുല്യദുഃഖരായ അവരെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്നുള്ള ചിന്തയോടുകൊണ്ട് നായാട് തൊട്ട് നസ്രാണി വരെ എന്നാണ്. അതോടൊപ്പം തന്നെ അപ്പൊ അതിനകത്ത് പറയുമ്പോൾ ഒരു സംശയം വരുന്നുണ്ട്. അതായത് ഇത് BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാചകമാണ്. അതായത് ഈ നസ്രാണികളെ കൂടുതലായിട്ട് സനാതന ധർമ്മത്തിലേക്കും അതോടൊപ്പം തന്നെ ഹൈന്ദവ ദേശീയതയിലേക്ക് BJP അടുപ്പിക്കണം എന്ന് BJPയുടെ നേതാക്കൾ തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വാദമാണ് ഈ നസ്രാണികളെ അടുപ്പിക്കണം എന്ന് പറയുന്നത്. അപ്പൊ അത് അങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മുസ്ലിം വിരുദ്ധത അതിനകത്ത് ഉണ്ടാവത്തില്ലേ? ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം ഒന്നിക്കുകയും മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മുസ്ലിങ്ങളെ ഒറ്റപ്പെടുത്തുക, അവർ ഒന്നിക്കുകയല്ലേ. വൈകുന്നേരം തെരഞ്ഞെടുപ്പ് കണ്ടില്ലേ, കാന്തപുരത്തിൻ്റെ ഒരു വോട്ടേനും കിട്ടിയ ഇടതുപക്ഷത്തിന്. ഇടതുപക്ഷം ഒരുപാട് സഹകരണവും സഹായവും എത്രയോ മുസ്ലിങ്ങൾക്ക് നേരെ ഒരു ജില്ല തിരിച്ചുകൊണ്ടുള്ള മുസ്ലിം സമുദായങ്ങളുടെ കൂട്ടായ്മയുടെ യോഗം പാർട്ടി വിളിച്ചു കൂട്ടിയില്ലേ. എന്തുമാത്രം സമയം മുടക്കി, എന്തുമാത്രം സമ്പത്ത് മുടക്കി. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവർ ആരെങ്കിലും വോട്ട് കിട്ടിയോ? ഇപ്പം ഈ കഴിഞ്ഞ ദിവസം NSSുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങൾ, ഈ മേൽമുണ്ട് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിലുണ്ടായ വിമർശനം, ഇതിനെയൊക്കെ എങ്ങനെ നോക്കിക്കാണുന്നു? അത് ശിവരി മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ല. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവരത്തിൻ്റെ മഠത്തിലെ സന്യാസിസ്റ്റേറ്റും മറുപടി പറഞ്ഞു. അപ്പോൾ അവർ അങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. ഈ നവോത്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട് SNDP യോഗത്തിന് ശക്തമായ നിലപാടുള്ള ഒരു പ്രസ്ഥാനമാണ്. ശക്തമായ നിലപാടുണ്ട്. പ്രത്യേകിച്ച് നവോത്ഥാനം അതിനൊക്കെ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു SNDP. അപ്പൊ ഈ നവോത്ഥാന കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ഈ അനാചാരങ്ങളൊക്കെ ഉണ്ടാകുന്നത് ശരിയാണോ എന്നൊരു ചോദ്യം വരുത്തില്ലേ? അല്ല, ഇതൊന്നും മാത്രമല്ല, ഇത് മാത്രമാണ്. എന്തെല്ലാം അനാചാരങ്ങളുണ്ട് ഈ രാജ്യത്തെ. അനാചാരങ്ങളൊക്കെ എന്തുമാത്രമാണ്. ഇവിടെ പൂജ നടത്തിയിരുന്ന കാളിനെയും വറവേനെയും ഇതിനൊക്കെ എന്തെല്ലാമാണ് ഇവിടെ കൊണ്ടുനടന്നത്. അതെല്ലാം അനാചാരമെല്ലാം ഗുരുദേവനെല്ലാം ദൂരെ കളഞ്ഞത്. അതുകൊണ്ട് ഈ രാജ്യത്തുള്ള അനാചാരങ്ങളെല്ലാം മാറ്റി നല്ല സുന്ദരമായ ഒരു അവസ്ഥയിലേക്ക് ഒറ്റ ദിവസം കൊണ്ടിവിടെ എല്ലാം എത്തിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും. ഇപ്പം തന്നെ ഗുരുവായൂർ അനാചാരങ്ങളുണ്ടായിരുന്ന മാറില്ലേ? അവിടെ കൃഷ്ണപിള്ള മണിയടിക്കാൻ നിന്നപ്പോൾ അദ്ദേഹത്തിന് ഇടി കൊടുത്ത് കടത്തില്ലേ? ഇപ്പോൾ ആരും കയറി മണിയടിക്കാനില്ല. അവിടെ തീണ്ടുകൊലയില്ലായിരുന്നോ? അത് മാറില്ലേ? അങ്ങനെ മാറ്റങ്ങൾ ഒരുപാട്. ഇപ്പോൾ വൈക്കത്ത് വഴി നടക്കാൻ പാടില്ലായിരുന്നല്ലോ. ആ വഴി നടക്കാനുള്ള അവസരങ്ങളെല്ലാം കൂടെ പിന്നെ സമരം ചെയ്തുണ്ടാക്കിയില്ലേ? അങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഇതൊരു പുതിയ അഭിപ്രായമൊന്നുമല്ല. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞു. പുള്ളി ആ യോഗത്തിൽ ചെറിയൊരു പ്രഖ്യാപനം പ്രമാണിയാകാനായിട്ട് ചെയ്തതെന്ന് പറഞ്ഞുള്ളൂ. അതിനകത്ത് വലിയ കാര്യമുള്ള കാര്യമൊന്നുമില്ല. ഇത് എത്രയോ കൊല്ലങ്ങൾക്കും ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ സ്ഥാപനങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയല്ലേ. SNDP യോഗത്തിൻ്റെയും ശാഖകളുടെയും യൂണിയനും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ക്ഷേത്രങ്ങളിൽ ഉടുപ്പിട്ടുണ്ട് കയറണമെന്ന് ഞങ്ങൾ കുറേ മാസമാക്കി സർക്കാർ അവർക്ക് പലർക്കും കൊടുത്തിട്ടുണ്ട്. മിക്കവാറും ആളുകൾ അംഗീകരിച്ചിട്ടുണ്ട്. ചില ആൾ എന്നിട്ടും അതിൻ്റെ ചില തന്ത്രിമാരുണ്ട്, ഇത്തിരി അതിനകത്ത് തന്ത്രം കളിക്കുന്നുണ്ട്. അപ്പോൾ ഈ കണിച്ചുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. അവിടെ ആർക്കും മുസ്ലിമിനും കയറാം, ക്രിസ്ത്യാനിയും കയറാം. വിശ്വാസികളാണോ അവർക്കടുത്ത് കയറാം. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. വിശ്വാസികൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ തീണ്ടുകൊല വയ്ക്കാതെ വിശ്വാസികൾക്ക് ആ വിശ്വാസം അർപ്പിക്കാൻ അവിടെ കയറാം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇവിടെ വരാം. ഒരു ക്രിസ്ത്യാനിയല്ലേ ഇവിടെ ഭരിച്ചിട്ടുണ്ട്. 8 കൊല്ലം കണിച്ചു അങ്ങനെ അമ്പലം ഭരിച്ചത് അച്ഛനാണ്. ആ പാട്ടിൽ മറ്റാർക്കും കയറാൻ പാടില്ലെന്ന് പറയാനുള്ള അവകാശം ഞങ്ങൾക്കുണ്ടോ? ആ മനുഷ്യക്കാരനാണ് പബ്ലിക്കിന് കിട്ടിയത്. ക്ഷേത്രപ്രവേശന വിളംബരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആ കാലത്ത് ചിന്തിക്കാൻ കഴിയാത്ത ഒന്നായിരുന്നു. പക്ഷെ അത് പിന്നീട് വലിയ സാമൂഹിക മാറ്റത്തിന് നടപ്പിലായപ്പോൾ വലിയ സാമൂഹിക മാറ്റം ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ കാലാനുസൃതമായ ഒരു മാറ്റം വരേണ്ടതല്ലേ? ഇപ്പോൾ NSSൽ നിന്ന് അവർ പറയുന്നു SNDP തീരുമാനിക്കേണ്ട, ശിവഗിരി മഠം തീരുമാനിക്കേണ്ട, ഇത്തരം തീരുമാനങ്ങൾ, അതായത് ഹിന്ദുക്കളുടെ കാര്യം തീരുമാനിക്കേണ്ട എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അങ്ങനെ കാലാനുസൃതമായ ഒരു മാറ്റത്തിലേക്ക് പോകേണ്ടതല്ലേ എന്നുള്ള SNDPക്ക് എന്താണ് തോന്നുന്നത്? SNDPക്ക് ഒന്നും തോന്നിട്ടില്ല. മഴക്കാരെന്ന് പറഞ്ഞ് അതിന് മറുപടി അതിൻ്റെ സുകുമാരൻ നായർ പറഞ്ഞു. അതിന് മറുപടി മഠവും പറഞ്ഞു. SNDPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല. അതിനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം
എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് SNDP തീരുമാനം എടുത്തിട്ടുണ്ട്. ഇത് മൊത്തം വാർത്തയല്ല, അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ്. ഇതൊരു ഈ ഹൈന്ദവ ഐക്യത്തെ കുറിച്ച് പറയുന്നതിനെ ബാധിക്കുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. സാധാരണ ഹൈന്ദവ വിശ്വാസികളുടെ സംശയം അതാണ്. സ്പ്ലിറ്റ് വരുന്നുണ്ടല്ലോ. കാരണം ഒരു പൊതു അഭിപ്രായം ഉണ്ടാകുന്നില്ല. ഒരു കാര്യമുണ്ട്, ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗങ്ങൾ ഈ ഐത്തവും എന്ന് പറഞ്ഞ് അകന്നു നിൽക്കാതെ ഇവരെല്ലാം തന്നെ യോജിച്ചു പോകണമെന്നാണ്. കാരണം നിങ്ങൾ ആചാരവും അനുഷ്ഠാനവും ഒക്കെ പറഞ്ഞാൽ ബ്രാഹ്മണരുടെ അധിഷ്ഠാനമാണ് ഇതിലുണ്ട്, അല്ല നായർ അധിഷ്ഠാനമാണോ മുലയിടുന്നത്. അങ്ങനെ അനുഷ്ഠാനവും ആചാരങ്ങളും നടത്തുമ്പോൾ ഹിന്ദുക്കളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളില്ലേ. ഇപ്പം ഇതുപോലെ തന്നെ ക്രിസ്ത്യാനികളുണ്ട്, പുരുഷനെ വെച്ച് പൂജിക്കുന്നവരുണ്ട്, അവർ ബിംബത്തെ പൂജിക്കുക. മുസ്ലിങ്ങളിലെ ആചാരാനുഷ്ഠാന വ്യത്യാസങ്ങൾ. അപ്പോൾ ഈ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള വ്യത്യാസങ്ങൾ കണക്കാക്കാതെ ഹിന്ദുക്കൾ ഒന്നാണ്. ഇത് തന്നെയാണ് മുസ്ലിം സമുദായത്തിലും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും വ്യത്യാസം ഉള്ള ആളുകളുണ്ട്, അവരൊന്നിച്ചു പോകുന്നില്ലേ. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളില്ലേ, ഇവിടെ മരുന്ന് കഴിക്കേണ്ട പ്രാർത്ഥന കൊണ്ട് രോഗം മാറുമെന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളില്ലേ. അപ്പോൾ ആചാരങ്ങളിൽ അവരുടെ വ്യത്യാസം, പക്ഷേ ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ഒന്നിച്ചിരിക്കുന്നു. ഈ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ വിമർശനം വരുന്നു. ഈ ഇത്തരത്തിൽ SNDP മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ശിവഗിരി മഠം മുന്നോട്ട് വെച്ച ആ ഒരു തീരുമാനത്തെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കുകയാണ് ചെയ്തത്. അതൊരു വലിയ നവോത്ഥാനത്തിന് വഴിതെളിക്കുന്ന, അല്ലെങ്കിൽ അത്തരം മാറ്റത്തിലേക്ക് തിരിതെളിക്കുന്ന രീതിയിലുള്ള ഒരു അഭിപ്രായമാണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. ആ യോഗത്തിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിക്കടക്കം വിമർശനം നേരിടേണ്ടി വരികയാണ്. അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയത്തിലല്ലോ എന്തെങ്കിലും ദിവസം മോശമില്ലാത്ത ദിവസമുണ്ടോ? അതൊക്കെ ഒരു ഭരിക്കാൻ വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ആയിട്ടിരിക്കുന്ന ഒരാൾ ആരായാലും പല വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും. അതിലൊരു ചെറിയ കാര്യം മാത്രമേ ഇതുള്ളൂ. ഇതിനേക്കാൾ വലുത് എന്തെല്ലാം വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ 101 അവൻ്റെ കോടി രൂപ കൊടുത്ത് മറ്റേ ആൾക്കെന്ന് പറഞ്ഞിട്ട് വാർത്ത നിങ്ങളൊക്കെ തന്നെ അംബാനി കൊടുത്തെന്ന് പറഞ്ഞല്ലേ. അതുമായിട്ട് നമ്മൾ ഇത് വല്ലതുണ്ടോ? ഇതൊന്നുമല്ല. അപ്പോൾ ഇങ്ങനെ ഭരിക്കുന്നവരുടെ അവരിൽ ആരായാലും വിമർശനം വരും. ആ കസേര ഇരുന്നില്ലെങ്കിൽ ഒരു വിമർശനവും വരത്തില്ല. വിമർശനം സ്വാഭാവികമാണ്. ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിന്റെ വക്താവല്ലെന്നൊരു പരാമർശത്തില് മുഖ്യമന്ത്രി വീണ്ടും ഉറച്ചു നിൽക്കുകയാണ്. എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ? ഞാനൊരു പണ്ഡിതല്ല. കൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നു. സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന ഒച്ച വരുന്നതാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളായിട്ട് ചർച്ച ചെയ്യും. ഈ പാവം പിടിച്ച ഒരു സമുദായത്തിന്റെ നേതാവിനോട് ചോദിച്ചു ഒരു കാര്യം, അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും. സെക്രട്ടറി ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് അവസാനിപ്പിക്കും. അതായത് നമ്മുടെ ഈ രമേശ് ചെന്നിത്തല കുറെ നാൾ 11 വർഷമായിട്ട് NSS ആയിട്ടൊരു ബന്ധമില്ല നിൽക്കായിരുന്നു. ഇപ്പൊ വീണ്ടും ഈ രമേശ് ചെന്നിത്തലയെ പ്രധാനപ്പെട്ട പ്രസംഗകനായിട്ട് പെരുന്നേല സമ്മേളനത്തിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും ഒരു പ്രത്യേക താക്കോൽ സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് വല്ലതും ആണോ? അത് എനിക്കറിയില്ല. ഏതായാലും 11 കൊല്ലം പുറത്തു നിർത്തി ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അകത്ത് കസേരയിരുത്തി. മാത്രമല്ല NSSന്റെ പുത്രനാണെന്നല്ലേ കടന്നു പോയിരിക്കുന്നില്ലേ. NSSന്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയാൽ അങ്ങനെ NSSന്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛന് വേണ്ടിയല്ലേ മാമ പ്രവർത്തിക്കുന്നു. കടന്നു പോയിരിക്കുന്നു. ഓക്കെ, താങ്ക് യു.